ഇന്ന് നമ്മൾ എന്താണ് ട്രാൻസ്പോസ് മാട്രിക്സ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് പോകുന്നത്. സോ ആദ്യം നമ്മൾ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താണ്, അഡീഷൻ എന്താണ്, അഡീഷന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ ഇതൊന്നുമില്ല, ഒരു മാട്രിക്സ് എ എന്ന് പറയുന്ന മാട്രിക്സ് 1 2 3 4 എന്നാണെന്നുണ്ടെങ്കിൽ എ ട്രാൻസ്പോസ് എന്നുള്ളത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഒന്നുകിൽ എൻ്റെ മുകളിൽ ഡാഷ് ഇടുക, അതുമല്ല എന്നുണ്ടെങ്കിൽ എ ട്രാൻസ്പോസ് എൻ്റെ മുകളിൽ പി ഇടുക എന്നുള്ളതാണ്. അപ്പം ഈ മാട്രിക്സിന്റെ ട്രാൻസ്പോസ് മാട്രിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഈ റോയിലുള്ള എലമെന്റ്സ് ഒക്കെ, അതായത് ഈ റോന്റെ എലമെന്റ്സ് ഏതൊക്കെ, എ എന്ന് പറയുന്ന മാട്രിക്സിന്റെ റോന്റെ എലമെന്റ്സ് 1 2 എന്നുള്ളത് എന്താക്കുക, കോളമാക്കുക. 1 2 ഇതിന്റെ റോ, അടുത്ത റോ 3 4 അതെന്താക്കുക, കോളമാക്കുക. അപ്പം അതായത് റോ ഒക്കെ കോളമാക്കുക, കോളമൊക്കെ റോ ആക്കുക. അപ്പൊ ആ മാട്രിക്സ്, ആ പുതിയ കിട്ടുന്ന മാട്രിക്സിനാണ് നമ്മൾ എന്ത് പറയാ, ട്രാൻസ്പോസ് മാട്രിക്സ് എന്ന് പറയുന്നത്. സോ ഇതിനുമുണ്ട് കുറച്ച് പ്രോപ്പർട്ടീസ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അതായത് അത് വെച്ച് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ടാണ് പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഒറ്റയടിക്ക് ചെയ്യാനും വേണ്ടിയിട്ട് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ്. അതായത് ഒരു ട്രാൻസ്പോസ് മാട്രിക്സിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ട്രാൻസ്പോസ് മാട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, എ എന്നായിരിക്കും, ആ മാട്രിക്സ് തന്നെ ആയിരിക്കും കിട്ടുക. അതായത് ഇതിപ്പോ ട്രാൻസ്പോസ് എടുത്തു, ഇനി ഈ മാട്രിക്സിന്റെ ട്രാൻസ്പോസ് വീണ്ടും എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കിട്ടുക, ഇതിന്റെ റോ കോളം ആവും 1 3, ഇതിന്റെ റോ കോളം ആവും 2 4. ഇത് ഏതാണ് മാട്രിക്സ്, ഈ മാട്രിക്സ് ഫസ്റ്റ് മാട്രിക്സ് ആണ്, അതായത് എ തന്നെയാണ്. അതാണ് ഫസ്റ്റത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കെ ഇൻറ്റു എ ഓൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് കെനെ പുറത്തിടുക, കെ ഇൻറ്റു എ ട്രാൻസ്പോസ് ആയിരിക്കും. മൂന്നാമത്തെ പ്രോപ്പർട്ടീസ് എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. നാലാമത്തേത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഇൻറ്റു ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം, അപ്പോൾ കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു മാട്രിക്സ് 3√3 2 4 2 0. രണ്ടാമത്തെ മാട്രിക്സ് 2 -1 1 2 -1 2 1 2 4. ഈ മൂന്ന് ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എ തന്നെയാണെന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ്. സോ എ ട്രാൻസ്പോസ് എന്താണ്, 3√3 2. ഇതിന്റെ റോ ഒക്കെ എന്താക്കുക, കോളം ആക്കുക. 4 2 0. ഇതിന്റെ ട്രാൻസ്പോസ് തന്നെ എടുക്കുക, എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എടുക്കുക. 3 4, ഇത് റോ എന്താവും, കോളം ആവും. 3 4 √3 2 2 0. ഈ മാട്രിക്സ് എന്താണ്, എ തന്നെയാണ്. സോ ഹെൻസ് ഇറ്റ് ഈസ് ട്രൂ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ്. എ പ്ലസ് ബി ആദ്യം കാണുക എന്നുള്ളതാണ് ഫസ്റ്റ് പരിപാടി. എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസ് നമുക്ക് ഓൾറെഡി അറിയാം, ഇവിടെ തന്നെ ബി ട്രാൻസ്പോസും കാണുകയാണ് എന്നുണ്ടെങ്കിൽ ബിന്റെ ട്രാൻസ്പോസ് എന്തായിരിക്കും, 2. ഇനി ഈ രണ്ട് മാട്രിക്സും, അപ്പം ഇവിടെ എ ട്രാൻസ്പോസും കിട്ടി, ബി ട്രാൻസ്പോസും കിട്ടി. ഇനി എന്താണ്, എയും ബിയും ആഡ് ചെയ്യുക, 3√3 2 4 2 0 പ്ലസ് 2 2 -1 2 2 -1 2 1 2 4 എന്ന് പറയുന്ന മാട്രിക്സിനെ ഇനി ആഡ് ചെയ്യുക. എന്നിട്ട് അതിന്റെ എന്ത് ചെയ്യുക, ട്രാൻസ്പോസ് കാണാം. 5√3 -1 4 5 4 4. ഇതിന്റെ ട്രാൻസ്പോസിന് കാണാം എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ റോ ഒക്കെ കോളമാവും. അപ്പം 5√3 -1 4 5 4 4. ഇതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇതിന് ഇനി എന്താ ചെയ്യേണ്ടത്, എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും സെപ്പറേറ്റ് ആയിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. സോ എ ട്രാൻസ്പോസ് നമുക്ക് ഇവിടെ അറിയാം, എ ട്രാൻസ്പോസ് നമുക്ക്
3 4 root 3 2 A transpose plus B transpose. 3 4 root 3 2 2 0 plus B transpose 2 1 minus 1 2 2 1 minus 1 2 2 4. ഈ രണ്ട് മെട്രിക്സും ആഡ് ചെയ്യുമ്പം 3ഉം 2ഉം 5 4ഉം 1ഉം 5 3 root 3 minus 1 root 3 minus 1 root 3 minus 1 2 2 4 2 2 4 4 plus 0 4 A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസും കിട്ടി. ഇതെന്താണ് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ് ഫ്രം ഇക്വേഷൻ നമ്പർ 1 ആൻഡ് 2 ഫ്രം 1 ആൻഡ് 2 എന്താണ് A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ് A പ്ലസ് B ഓൾ ട്രാൻസ്പോസിന് ഈക്വലാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ് K ഇൻറ്റു B ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു K B ട്രാൻസ്പോസ്. ആദ്യം ഒരു കോൺസ്റ്റന്റിനെ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഈക്വൽ ആണ്. അതായത് ജസ്റ്റ് കോൺസ്റ്റന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കെ ഇൻറ്റു ബി ആദ്യം കാണാം. കെ ഇൻറ്റു ബി കാണാന്ന് പറയുമ്പോൾ കെ ഇൻറ്റു ബി 2 minus 1 2 1 2 4 എന്തായിരിക്കും 2k minus k 2k k 2k 4k k 2k 4k. ഇനി k ഇൻറ്റു ബി ഓൾ ട്രാൻസ്പോസ് ഈ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുക. 2k k മൈനസ് k 2k 4k. ഇനി എന്താക്കുക ഇതിൽ k എന്താണ് കോൺസ്റ്റന്റ് ആണ്. ജസ്റ്റ് kനെ പുറത്തെടുക്കുക. അപ്പോൾ k പുറത്തെടുക്കുമ്പോൾ ഇവിടെ 2 ആണ്. ഇവിടെ 2 1 minus 1 2 2 4. അതായത് ഈ മെട്രിക്സ് k പുറത്തെടുത്ത് ഈ മെട്രിക്സ് എന്താണ് k ഇൻറ്റു 2 1 minus 1 2 2 4 എന്ന് പറയുന്നത് ബി ട്രാൻസ്പോസ് ആണ്. ഓക്കെ, അപ്പം അതും പ്രൂവ്ഡായി. സോ ഇതൊക്കെയാണ് നമ്മുടെ പ്രോപ്പർട്ടീസ്. ഇനി അതിനു മുന്നേ അടുത്തൊരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ തന്നെ ഉള്ളതാണ്. വേറൊരു ക്വസ്റ്റ്യൻ എ എന്ന് പറയുന്ന മെട്രിക്സ് -2 4 5 ആണ് എന്നുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന മറ്റൊരു മെട്രിക്സ് 1 3 -6 ആണ്. അപ്പം നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് എ ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. സോ ആദ്യം നമ്മൾ കാണേണ്ടത് എന്താണ് എ ഇൻറ്റു ബി. അത് കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. എ ഇൻറ്റു ബി കാണാൻ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ എ ഇൻറ്റു ബി കാണുമ്പോൾ അതിന് മുമ്പേ എ ഇൻറ്റു ബി കിട്ടാൻ പോകുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്താണെന്നുള്ളത് ജസ്റ്റ് ഇവിടെ നിന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. 1 2 3 3/1ഉം 1 3 3/3 മെട്രിക്സ് ആയിരിക്കും. ഇവിടെ നമുക്കിനി രണ്ട് മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നു. അപ്പോൾ -2 -6 12 4 12 -24 5 15 -30. ഇത് എഴുതിയത് മനസ്സിലായല്ലോ. അതായത് -2 × 1 -2 × 3 -2 × -6. ആദ്യത്തെ റോ 4 × 1 4 × 3 4 × -6. രണ്ടാമത്തെ റോ 5 × 1 5 × 3 5 × -6. മൂന്നാമത്തെ റോ എ ബി കണ്ടു. ഇനി എന്താ ഇവിടെ നിന്ന് തന്നെ എ ബി ഓൾ ട്രാൻസ്പോസും കാണാം. റോ ഒക്കെ കോളം ആവും. -2 -6 12 4 12 -24 5 15 -13. ഇതാണ് എ ബി ഓൾ ട്രാൻസ്പോസ്. ഇനി എന്താക്കുക ബി ട്രാൻസ്പോസും എ ട്രാൻസ്പോസും സെപ്പറേറ്റ് കാണുക. ബി ട്രാൻസ്പോസും എ ട്രാൻസ്പോസും ആദ്യം ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താവും 1 3 -6 കോളമായിട്ട് 1 3 -6. എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് -2 4 5. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ചെയ്യുക.
ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. 1 3 മൈനസ് 6 ഇൻറ്റു -2 4 5 എന്ന് പറയുന്ന മട്രിക്സ് എന്തായിരിക്കും? 3/3 മട്രിക്സ് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. 1 -2 4 5 -6 12 15 12 -24 -13. അതായത് ആദ്യത്തെ റോ 1 ഇൻറ്റു -2 4 1 ഇൻറ്റു 5 3 ഇൻറ്റു -2 3 ഇൻറ്റു 4 3 ഇൻറ്റു 15. രണ്ടാമത്തെ റോ -2 ഇൻറ്റു -6 -6 ഇൻറ്റു 4 -6 ഇൻറ്റു 5 മൂന്നാമത്തെ റോ. അപ്പം ഇവിടുന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്നും ഇവിടെ കണ്ട് ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്നും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫ്രം 1 and 2 എന്താണ്? എ ബി ഓൾ ട്രാൻസ്പോസ് ഈ മട്രിക്സ് എന്താണ്? ഈ മട്രിക്സിന് ഈക്വൽ ആണ് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. സോ ഈ മട്രിക്സ് മൾട്ടിപ്ലിക്കേഷന് ഈ ചെറിയ മട്രിക്സ് ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ ഇത്രയും വലിയ മട്രിക്സ് കിട്ടി എന്നൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാം. സോ സപ്പോർട്ട് ചെയ്യുക. ബൈ.